നമ്മൾ ഈ അപസ്മാരം എന്ന് പറയുന്ന രോഗം വരുമ്പോൾ പണ്ട് മുതലേ കാണുന്ന ഒരു സാധനമാണ്, സിനിമയിലടക്കം നമ്മുടെ വീടുകളിലടക്കം കാണുന്ന ഒരു കാര്യമാണ് താക്കോല് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. എന്താണ് അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് ഒരുപാട് ഡോക്ടർമാർ ഇതിൻ്റെ ഉത്തരങ്ങൾ നേരത്തെയും കൊടുത്തിട്ടുള്ള, എന്നാലും ഞാൻ പറയാം. കാരണം ഇത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള സാധനമാണ്. എന്നാലും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല ഇതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ചോദ്യം തന്നെയുണ്ട് താക്കോല് കൊടുക്കുക എന്നുള്ളത്, അല്ലേ? ആ താക്കോല് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മിത്താണ്. ആ താക്കോല് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരാൾക്ക് അപസ്മാരം പോലെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അപസ്മാരം വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക? യൂഷ്വലി ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിറയൽ പോലെ ഉണ്ടാവും, വായിൽ നിന്ന് നൊരപത ഉണ്ടാവും. ഈ വിറയലിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നൊരയും പതയും വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ നൊരയും പതയും വരുമ്പോൾ ആൾക്കാരുടെ ശിരസിൽ കയറി പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ചങ്കിലോട്ട് കയറി പോകാൻ, ഈ വന്ന പത തിരിച്ച് കയറി ഇറങ്ങി പോകാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതിനെ വേണമെങ്കിൽ നമുക്ക് തടയാം. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, പേഷ്യൻ്റെ ഒരു സൈഡിലോട്ട് ചെരിച്ച് കിടത്തുക എന്നുള്ളത്, ഒരു ഇടത്തെ സൈഡിലോട്ട് ചെരിച്ച് കിടത്തുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും അഡ്രസ്സ് ചെയ്യുന്ന നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട്. അത് കുട്ടികൾക്കും അതേപോലെ, ചെറിയ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അപസ്മാരം ഉണ്ടാവാനുള്ള സാഹചര്യം ഇല്ലേ? ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോഴത്തേക്ക്, കുട്ടികളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അപസ്മാരം വരുമ്പം അമ്മമാർ കൂടുതലും പേടിക്കുന്നത്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായപരിധിയിൽ, ഒരു പ്രായത്തിൻ്റെ ഇടയിലിട്ട് ഒരു പ്രായം വരെ ഈ അപസ്മാരം നോർമലാണ്. അതായത് പനി മൂലമുണ്ടാകുന്ന അപസ്മാരം. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6-ാം മാസം തൊട്ട് ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പനി ഉണ്ടായിക്കഴിഞ്ഞാൽ അപസ്മാരം വരും. എല്ലാവർക്കും വരണമെന്നില്ല, ചിലർക്ക് വരും, ചിലർക്ക് വരത്തില്ല. ഈ വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കുടുംബത്തിൽ ഇതാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആദ്യമായിട്ട് ഉണ്ടാകുന്നതായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ അപസ്മാരം അല്ല ചികിത്സിക്കേണ്ടത്, കുട്ടിയുടെ പനി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് പനിയായിട്ട് അപസ്മാരം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം പനിക്കുള്ള മരുന്ന് കൊടുക്കുക, നനച്ച് തുടയ്ക്കുക, ശരീരത്തിലെ ചൂട് മൊത്തം മാറ്റുക, ഓട്ടോമാറ്റിക്കലി മാറും. അല്ല, ചെറിയൊരു തെറ്റിദ്ധാരണ അതിൽ ആളുകൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പനി വന്ന് ചെറിയ കുട്ടികൾക്ക് അപസ്മാരം ഉണ്ടായാൽ അത് പിന്നീട് കാലാകാലവും ആ വ്യക്തിയിൽ ഉണ്ടാകുമോ എന്നൊരു ഭയം ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം. അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത്, ഈ വയസ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഞാൻ പറഞ്ഞായിരുന്നു. 6 മാസം തൊട്ട് 6 വയസ്സ് വരെ വരുന്ന പനി മൂലം ഉണ്ടാകുന്ന അപസ്മാരം സാധാരണയാണ്. 6 വയസ്സ് കഴിഞ്ഞു, 6 വയസ്സ് കഴിഞ്ഞ് പനി മൂലം വരുന്നതും സാധാരണ വരുന്നതും അപസ്മാരവും പ്രശ്നമാണ്. അത് നമ്മൾ ചികിത്സിച്ചേ പറ്റും.